സ്വയം വലിയവനാണ് എന്ന് പറയുന്നതല്ല, മറിച്ച് ചെറിയവനായിട്ട് ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ്റെ കർത്തവ്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. എന്തുകൊണ്ട് യഹൂദർ യേശുവിനെ കൊല്ലുവാനായിട്ട് നോക്കി എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൽ 48-ാമത്തെ തിരുവചനത്തിൽ യഹൂദർ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, 2 ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുക. ഒന്നാമതായിട്ട് ഈശോ സമരിയക്കാരനാണെന്നും രണ്ടാമതായിട്ട് അവനിൽ പിശാചുണ്ട് എന്നും. ഈശോ സമരിയക്കാരൻ ആണ് എന്നിവർ പറയുമ്പോൾ ഇവർക്ക് സമരിയക്കാരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അൺടച്ചബിളായിട്ടാണ് ഇവർ സമരിയക്കാരെ കണ്ടിരുന്നത്. കാരണം ഇസ്രായേൽ അവശേഷിച്ചിരുന്ന യഹൂദർ അസിറിയയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ 5 വിജാതീയ ജനങ്ങളുമായി അവ ഇടകലർന്ന് ഉണ്ടായ ഒരു സങ്കരവർഗമായിട്ടാണ് അവർ സമരിയക്കാരെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവർ സമരിയക്കാരോട് യഹൂദർക്ക് ഇത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നതും അവരെ തൊടാനോ അവരോട് സംസാരിക്കാനോ പാടില്ല എന്ന് അന്നത്തെ യഹൂദർ പറഞ്ഞു വച്ചതും. ഈശോയുടെ മേലുള്ള രണ്ടാമത്തെ ആരോപണമാണ് ഇവൻ്റെ മേൽ പിശാചുണ്ട് എന്ന്. പക്ഷേ ഈശോ അതിന് തക്കതായ മറുപടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല എന്ന്. അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് എന്ന്. ഈശോയുടെ മേലുള്ള രണ്ടാമത്തെ ആരോപണമാണ് ഈശോയുടെ മേൽ പിശാചുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ തിരിച്ച് അവരോട് പറയുന്ന വചനമാണ് 50-ാമത്തെ തിരുവചനം, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല എന്ന്. ചുരുക്കം പറഞ്ഞാൽ, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നതാരോ അവനിൽ പിശാചുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഈശോ ഒരിക്കൽ പോലും താൻ ചെയ്ത അത്ഭുതങ്ങൾ തൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഒരു അത്ഭുതവും തൻ്റെ നേട്ടത്തിന് വേണ്ടി ഈശോ കാണിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മാറുവാനുമായിട്ടാണ് പലപ്പോഴും ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും. പക്ഷേ ഈശോയുടെ മുമ്പിൽ ഇവർ പറയുമ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മേൽ പിശാചില്ല എന്ന്. ആരൊക്കെ സ്വന്തം മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ സമൂഹത്തിൽ വലുതായിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ചെയ്യുന്നത് പിശാചിന് വേണ്ടിയാണ് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിന്ന് ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ വലിയൊരാളാക്കി കാണിക്കുവാനുള്ള പ്രവൃത്തിയാണോ, അല്ലെങ്കിൽ ദൈവത്തെ വലിയൊരാളാക്കി മാറ്റുവാനായിട്ട് ചെയ്യുന്നതാണോ എന്ന്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന സ്നാപയോഹന്നാൻ്റെ തത്വം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും മുറുകെ പിടിക്കാം. എളിമയോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. എളിമപ്പെട്ടുകൊണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വരവേൽക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.